ഇറാന്റെ ആക്രമണം ഇസ്രായേലിന് നേരെ എപ്പോൾ ചെയ്യാൻ പോകുന്നുവെന്ന് ഞങ്ങളെ കൊണ്ട് ഊഹിച്ചെടുക്കാനേ സാധിക്കുന്നില്ല. കാരണം ഇറാൻ ഒരു അറിയിപ്പ് പോലും ഇല്ലാതെ മുൻകൂട്ടി ഒരുപാട് പ്രതിരോധ നടപടികൾ ചെയ്യുന്നുണ്ട്. അവരുടെ നാടിനുള്ളിൽ തന്നെ ചെയ്യുന്നുണ്ട്. അതിനാൽ ഞങ്ങളെ കൊണ്ട് ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. എന്നാൽ എത്രയും പെട്ടെന്ന് ഇറാൻ ഒരു സ്ട്രൈക്ക് ചെയ്യുമെന്ന് അമേരിക്ക പറഞ്ഞു. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു. ഇതിന് അമേരിക്കയുടെ മറുപടി എന്താണ്? കാരണം ഇതിനിടയിൽ ഒരുപാട് വാർത്തകൾ വന്നിരുന്നു. ബൈഡൻ നെതന്യാഹുവുമായി ഒരു ഫോൺ കോളിൽ സംസാരിച്ചപ്പോൾ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് വളരെ ഹാർഷായി ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്ററോട് പറഞ്ഞതായി ഒരുപാട് വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അമേരിക്കയുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയല്ല. തുടർന്നുള്ള അമേരിക്കയുടെ പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റിനെ മുഴുവനും കള്ളമാക്കുന്ന രീതിയിൽ ഇസ്രായേലിനായിട്ടുള്ള സംരക്ഷണം വീണ്ടും അവർ വർദ്ധിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായും ആ 12 യുദ്ധക്കപ്പലുകൾ മെഡിറ്ററേനിയൻ കടൽ ഭാഗത്ത് വന്നു ചേർന്നിട്ടുണ്ട്. കൂടാതെ USS എയ്സൻഹോവറും എത്രയും പെട്ടെന്ന് മധ്യകിഴക്കിൽ ഇസ്രായേലിന് സപ്പോർട്ടായിട്ടുള്ള യുദ്ധത്തിൽ ഇറങ്ങാൻ പോകുന്നു. F-15 വിമാനങ്ങൾ, അമേരിക്കൻ വ്യോമസേനയ്ക്ക് സ്വന്തമായ വിമാനങ്ങൾ മധ്യകിഴക്കിൽ അവയെല്ലാം എവിടെയാണോ ഉള്ളത് അവിടെയെല്ലാം കൂടുതൽ നിരീക്ഷണ വലയം സൃഷ്ടിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം വടക്കൻ ബോർഡറിൽ ഹിസ്ബുള്ള തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇസ്രായേലിനുള്ളിൽ തന്നെ ഇന്നലെ ഒരു തീവ്രവാദ ആക്രമണം നടന്നതായി ഇസ്രായേൽ ഒരു അറിയിപ്പ് നൽകി. അതിൽ 2 മരണം സംഭവിച്ചതായും ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി. ഇതുകൂടാതെ മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. അവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി അറിയാം. ജോർദാൻ, ഈജിപ്ത് ഈ 2 നാടുകളും ഇസ്രായേലിനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു, കൂടാതെ ഇറാന് ഏതൊക്കെ രീതിയിൽ ഇവർ കാരണം പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നമ്മുടെ ചാനൽ തുടർന്ന് കാണുന്നവർക്ക് അറിയാം. അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സ്, മധ്യകിഴക്കിലെ പ്രശ്നങ്ങൾ തുടർന്ന് നിരീക്ഷിക്കുന്നവർക്ക് ഇക്കാര്യം അറിയാമായിരിക്കും. എന്നാൽ അങ്ങനെയുള്ള ഈജിപ്തും ജോർദാനും ചേർന്ന് ഇപ്പോൾ ഇറാനെ കോണ്ടാക്ട് ചെയ്യാനായി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ 2ൽ കൂടുതൽ തവണ ഇറാന്റെ ഫോറിൻ മിനിസ്റ്ററോട് ഈ 2 നാടുകളും സംസാരിച്ചു. ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നായിരുന്നു അവരുടെ ആവശ്യം. ഇത്രത്തോളം ഇവർ സംസാരിക്കാൻ കാരണം തന്നെ ലബനിലെയും ഇറാനിലെയും ഒരുപാട് സ്ഥലങ്ങളിൽ അവർ ഫ്ലെക്സ് വയ്ക്കാൻ തുടങ്ങി. എങ്ങനെയാണോ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തുള്ളവർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി അറിയിക്കും. ഒരു ബാനർ അടിച്ചോ പോസ്റ്റർ ഒട്ടിച്ചോ അതിനെ പബ്ലിക്കായി അനൗൺസ് ചെയ്യും. അതുപോലെ ലബനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ റിവഞ്ചിനായിട്ടുള്ള പോസ്റ്റേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. പ്രധാനമായും ഇറാന്റെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയും ലബനിലുള്ള ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് നസ്രുള്ളയുടെ ഫോട്ടോ എല്ലാം വെച്ചുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പ്രതികാരം വീട്ടുമെന്ന് ഒരു സൈക്കോളജിക്കൽ വാർഫെയർ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ലബനനിൽ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് ലോകം മുഴുവനും അതൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇന്നലെ അമേരിക്ക പറഞ്ഞിരുന്നു, ലബനനിൽ അമേരിക്കക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഫ്ലൈറ്റിലേക്ക് തിരികെ വരിക. അത് എക്കണോമി, ഫസ്റ്റ് ക്ലാസ് ഇതൊന്നും ആവശ്യമേ അല്ല. നിങ്ങൾക്ക് എത്രത്തോളം പെട്ടെന്ന് ലെബനിൽ നിന്ന് തിരിക്കാൻ കഴിയുമോ അത്രയും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരണമെന്ന് അവർ തുറന്നു പറഞ്ഞു. അതുപോലെ UK, ജർമ്മനി, റഷ്യ, ഇറ്റലി ഇങ്ങനെ ഒരുപാട് നാടുകൾ റഷ്യയും ആ ലിസ്റ്റിൽ ഉണ്ട്. എത്രയും പെട്ടെന്ന് നമ്മുടെ സിറ്റിസൺസ് ആ നാട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തേക്ക് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് അവിടെ ഒരു യുദ്ധം വരാനുള്ള സാഹചര്യമുണ്ട്. പുറം ലോകത്തെ സംബന്ധിച്ച് ഇറാന്റെ ഈ ഒരു ആക്രമണം പ്രവചിക്കാൻ കഴിയാത്ത ഒന്നായി മാറിയിരിക്കുന്നു. ഇറാൻ ഇവിടെ വലിയ ആക്രമണങ്ങളൊന്നും നടത്താതെ ഒരു ഭാഗത്ത് ഒരു ചെറിയ ആക്രമണം നടത്തിയാൽ മാത്രം മതിയാകും. ഈ മധ്യകിഴക്കിൽ ഒരു ചെറിയ സ്പാർക്ക് മാത്രം മതി. ആ ഒരു ചെറിയ സ്പാർക്ക് മുഴുവൻ രാജ്യങ്ങളെയും ആ ഒരു യുദ്ധത്തിനുള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോകും. കാരണം ചരിത്രമൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇതിനു മുൻപ് ഇസ്രായേൽ നടന്ന യുദ്ധമെല്ലാം ഒരേ ഒരു സ്പാർക്കിനെ അടിസ്ഥാനമാക്കിയാണ് നടന്നത്. അവിടെ ആരാണോ ആദ്യം ആക്രമിക്കുന്നത് അതിനെ അടിസ്ഥാനമാക്കിയാണ് ആ യുദ്ധം നടന്നിട്ടുണ്ടാവുക. അതുപോലെ അവസ്ഥ ഇപ്പോഴുണ്ടായതുകൊണ്ട് ലബനിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവന് ഞങ്ങൾ ഉത്തരവാദികളെ അല്ല, പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരിക, സ്വന്തം നാട്ടിലേക്ക് വരിക. ആ സ്ഥലത്ത് വീണ്ടും ഒരു അറിയിപ്പ് വരുന്നത് വരെ പോകരുത് എന്ന് എല്ലാ നാടുകളും അവരുടെ നാട്ടിലെ ജനങ്ങളെ പുറത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടയിലായിരുന്നു റഷ്യയുടെ വിമാനം ഇറാനിൽ വന്നിറങ്ങിയത്. ഇപ്പൊ IRGC ഒരു അറിയിപ്പ് നൽകിയത്, ഒരു ദിവസം ഞങ്ങൾ നിർമ്മിക്കുന്ന റോക്കറ്റിന്റെ കണക്കെടുക്കാൻ പോലും ഞങ്ങൾക്ക് കഴിയുന്നില്ല. അത്രത്തോളം പ്രൊഡക്ഷൻ യൂണിറ്റ് വേഗത്തിൽ വർക്കാകുന്നുണ്ട്. അതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കേണ്ട സൗകര്യം, സ്ഥലങ്ങളാണ് ഞങ്ങളിപ്പോൾ അന്വേഷിക്കുന്നത്. ഇവയെല്ലാം ഞങ്ങൾ ശത്രുക്കൾക്ക് നേരെ ഉപയോഗിച്ചാൽ ശത്രുക്കൾക്ക് ചിന്തിക്കേണ്ട സമയം പോലും കിട്ടുകയില്ല. അതിനുള്ളിൽ ഞങ്ങളുടെ ആക്രമണം നടന്ന് അവസാനിക്കുമെന്ന് ഇസ്രായേലിനെതിരായ ആക്രമണത്തിന്റെ ആ ഒരു തീവ്രത അവർ പറഞ്ഞു.
കൂടാതെ പോയ തവണ ഏപ്രിൽ 13 നടത്തിയ ആക്രമണം ആദ്യം ഡ്രോൺ ആക്രമണമായും പിന്നെ മിസൈലിനെ പറ്റിയുള്ള ഒരു വിവരവും വന്നു. നമ്മൾ പുറമേ നോക്കുമ്പോൾ ഇതൊന്നും മുൻപേ പറയാത്ത ഒരു ആക്രമണമായിരുന്നാലും പ്രോപ്പറായി അമേരിക്കയോട് ഈ സമയത്ത് ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ ഒരു ആക്രമണം നടത്തിയത്. അത് പ്രയോജനപ്പെടുത്തിയാണ് ഇസ്രായേൽ, അമേരിക്ക പോലുള്ള നാടുകൾ ഒരുമിച്ച് ചേർന്ന് ഇറാന്റെ മുഴുവൻ ബാലിസ്റ്റിക് മിസൈൽസിനെയും നശിപ്പിച്ചത്. പക്ഷെ ഇപ്പോൾ ജോർദാൻ പറഞ്ഞത് ഇത്തവണ തീർച്ചയായും ഇറാൻ ആ ചിന്തിക്കേണ്ട സമയം പോലും നൽകില്ല. ഒരു ഡ്രോൺ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോയി ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ എടുക്കും. എന്നാൽ അത് തന്നെ ഒരു ക്രൂയിസ് മിസൈൽ അത് ഇറാനിൽ നിന്നും ലോഞ്ച് ചെയ്ത് ഇസ്രായേലിലേക്ക് പോകാൻ അതിന്റെ പകുതി സമയം പോലും എടുക്കില്ല. ഇതൊരു ഉദാഹരണം മാത്രം. അതിനാൽ ഈ ഒരു സമയം ഡ്രോൺ ആക്രമണം ഇറാൻ ചെയ്യില്ല. എത്രയും പെട്ടെന്ന് ഒരു വലിയ മിസൈൽ അറ്റാക്കായിരിക്കും അവർ നടത്താൻ പോകുന്നത്. അതും ഇസ്രായേലിന്റെ പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ ലക്ഷ്യം വെച്ച് ഈ ഒരു ആക്രമണം ഉണ്ടാകും എന്ന് പറഞ്ഞു. അത് ടെൽ അവീവിനെയും ചേർത്താണ് പറഞ്ഞത്. എന്നാൽ ഇസ്രായേലിന്റെ തലസ്ഥാനത്തിൽ സാരമായ ഒരു നാശം ഇറാനെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഇസ്രായേൽ വെറുതെ ഇരിക്കില്ല. അവരുടെ തിരിച്ചടിയും വേറൊരു രീതിയിലായിരിക്കും. ഇപ്പോൾ ഒരുപാട് പേർ പറയും ഇസ്രായേലിന് സപ്പോർട്ടായി സംസാരിക്കുന്നു, ഇറാന് സപ്പോർട്ടായി സംസാരിക്കുന്നു എന്ന്. എല്ലാവരോടും ഒരു കാര്യം വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ചാനലിലെ പഴയ വീഡിയോസ് നോക്കുക, ഒരാഴ്ചയ്ക്ക് മുൻപ് നടന്ന വീഡിയോസ് നോക്കുക. അവിടെ എന്താണോ സംഭവിക്കുന്നത് അത് മാത്രമേ പറയുന്നുള്ളൂ. ഹിസ്ബുൾ ആക്രമിച്ചാൽ ആക്രമിച്ചു എന്ന് പറയുന്നു, ഹൂത്തികൾ ആക്രമിച്ചാൽ അവരും ആക്രമിച്ചു എന്ന് പറയുന്നു. ഇനി അവിടെ ഇസ്രായേലാണ് ആക്രമിച്ചതെങ്കിൽ അത് തന്നെയാണ് പറയുന്നത്. ഇതിൽ ഞാൻ അവർക്ക് സപ്പോർട്ടായി സംസാരിക്കുന്നുവെന്ന് യാതൊരു കാര്യവും തന്നെ ഇല്ല. അവിടെ എന്താണോ സംഭവിക്കുന്നത് ആ നടക്കുന്ന കാര്യം മാത്രമാണ് പറയുന്നത്. കാരണം പുറത്തു പറയാത്ത നല്ല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അതെല്ലാം പറയേണ്ടതും ഒരു കടമയാണ്. അതങ്ങനെ പറയേണ്ടതുമാണ് എൻ്റെ ജോലി. അതിനാൽ അവർക്ക് സപ്പോർട്ടായി സംസാരിക്കുന്നു, ഇവർക്ക് സപ്പോർട്ടായി സംസാരിക്കുന്നു, മറുകണ്ഠം ചാടുന്നു, ഒറ്റുകാരി, പണം വാങ്ങി പ്രവർത്തിക്കുന്നു, ഇങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഇപ്പോ ഇസ്രായേൽ ആക്രമിച്ചെങ്കിൽ ആക്രമിച്ചു എന്ന് പറയും. അതേസമയം ഇറാൻ ആക്രമിച്ചാലും ആക്രമിച്ചു എന്നേ പറയാൻ സാധിക്കൂ. അതിനാൽ നമ്മുടെ ചാനൽ കാണുന്ന സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ ആരായിരുന്നാലും ഈ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക. ഇങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഇപ്പൊ ഒരുപക്ഷെ ടെൽ അവീവിനെ ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ അതിന് ഇസ്രായേലിന്റെ പ്രതികരണം തീർച്ചയായും വളരെ വലുതായിരിക്കും. കാരണം ഇസ്രായേലിന്റെ ഒരു അഹങ്കാരമാണത്. ആ അഹങ്കാരത്തെ തൊടുകയാണെങ്കിൽ അതിന് ഇസ്രായേലിന്റെ തിരിച്ചടി തീർച്ചയായും ഉണ്ടാകും. ഇപ്പൊ ഒരുപാട് പേർ ചോദിക്കും, ഇത്രയും ദിവസം അപ്പോ ഇസ്രായേൽ എന്താണ് ചെയ്തത്? ടെൽ അവീവിൽ ഇതിനകം ഹമാസ് ആക്രമണം നടത്തിയിട്ടുണ്ടല്ലോ എന്ന്. എല്ലാവരും ഒരു കാര്യം ചിന്തിച്ചു നോക്കുക. ഇത്രയും ദിവസം ഇസ്രായേൽ ചെയ്ത ഈ ഒരു ആക്രമണം അത് ഹമാസിന് നേരെയായാലും ഹിസ്ബുള്ളയ്ക്ക് നേരെയായാലും അവരുടെ എയർഫോഴ്സിനെ ഉപയോഗിച്ച് മാത്രമാണ് നടത്തിയത്. പ്രധാനമായും അവരുടെ വ്യോമസേനയെ ഉപയോഗിച്ചാണ് ഡ്രോൺ ആക്രമണം, മറ്റാക്രമണങ്ങളെല്ലാം നടത്തിയത്. അതേസമയം ഇസ്രായേൽ അവരുടെ ഗ്രൗണ്ട് ലോഞ്ച്ഡ് മിസൈൽസ് ഒന്നും തന്നെ പ്രയോഗിച്ചിട്ടേ ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒരു പക്ഷേ ഇത് പലർക്കും അറിയില്ലായിരിക്കാം. കഴിഞ്ഞ 1 വർഷമായി ഈ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ഈ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ഹമാസിനും ഇസ്രായേലിനും ഇടയിൽ നടക്കുന്ന ഈ ഒരു യുദ്ധത്തിൽ ഗ്രൗണ്ട് ബേസ്ഡ് മിസൈൽസ് ഇസ്രായേൽ ഇതുവരെയും ഉപയോഗിച്ചിട്ടില്ല. ഒരു പക്ഷേ ഭാവിയിൽ ഇറാനെതിരായ ഒരു പ്രശ്നം വരികയാണെങ്കിൽ, ആ പ്രശ്നം കൂടുകയാണെങ്കിൽ അതിൽ ഉപയോഗിക്കാനായി ഇസ്രായേൽ അവയെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഖത്തറിലുള്ള അമേരിക്കയുടെ വിമാനങ്ങൾ, പ്രധാനമായും അമേരിക്കയുടെ KC-135R കൂടാതെ A-15 വിമാനങ്ങൾ, ഇവ കൂടുതലായും അവരുടെ ബേസിൽ നിന്ന് റൊട്ടീൻ പ്ലാൻ അപ്പുറം ഇസ്രായേലിനെ നോക്കി യാത്ര ചെയ്യുന്നതും ഇസ്രായേൽ എയർ സ്പേസിൽ പറക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇസ്രായേലിന് നേരെ വരുന്ന ഭീഷണി എത്രത്തോളം കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളത് പ്രാക്ടിക്കലി അവർ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഇതിനിടയിൽ ഇസ്രായേലിന്റെ ഹൗൽ സിറ്റിയിൽ ഒരു പ്രശ്നം നടന്നു. ആ സ്ഥലത്ത് വെസ്റ്റ് ബാങ്കിലുള്ള ഒരു വ്യക്തി ഇസ്രായേലിലെ ജനങ്ങൾക്ക് നേരെ ഒരു ആക്രമണം നടത്തി. കത്തി കൊണ്ടായിരുന്നു ആക്രമണം. അതിൽ 70 വയസ്സുള്ള 2 വ്യക്തികൾ മരിച്ചു. ഈ ഒരു സംഭവം നടത്തിയ വ്യക്തിയെ ഇസ്രായേലിന്റെ അധികാരികൾ അപ്പോൾ തന്നെ വെടിവെച്ചും കൊല്ലുന്നു. കൂടാതെ ഇതിനെ സംബന്ധിക്കുന്ന അന്വേഷണം തുടങ്ങും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇവയ്ക്കെല്ലാം നടുവിൽ ഹിസ്ബുള്ള അവരുടെ ആദ്യഘട്ട ആക്രമണം ഇസ്രായേലിന്റെ ബോർഡറിൽ ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഒരു ഔദ്യോഗിക സ്റ്റേറ്റ്മെന്റായി ഹിസ്ബുള്ള പറഞ്ഞത് ഇത് പ്രതികാരം ചെയ്യാനുള്ള ഒരു ആക്രമണം അല്ല. ദിവസവും ഞങ്ങൾ എങ്ങനെ ഒരു ആക്രമണമാണോ ചെയ്യുന്നത് അതുപോലെ ഒന്നാണ് ഇത്. ഇസ്രായേലിന്റെ ശ്രദ്ധ തിരിക്കാൻ ഞങ്ങൾ എന്താണോ ചെയ്യുന്നത് അതുപോലൊരു ആക്രമണമാണ് ഇപ്പോൾ ചെയ്തത്. അതിനാൽ ആരും ഞങ്ങളുടെ പ്രതികാര ആക്രമണം ചെയ്യാൻ തുടങ്ങിയെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ആക്രമണം ഇസ്രായേലിനെ കൊണ്ട് മറക്കാൻ കഴിയാത്ത രീതിയിലായിരിക്കും. അതിനാൽ ഇതൊന്നും നിങ്ങൾ ആ ലിസ്റ്റിൽ ചേർക്കരുത് എന്ന് അവർ അവരുടെ ഒരു വിശദീകരണം നൽകി. ഹമാസിന്റെ കമാൻഡറായ ഐമൻ നൗഫൽ അദ്ദേഹത്തിന്റെ മകനായ ഇസ്മായിൽ നൗഫലിനെ ഒരു എയർ സ്ട്രൈക്കിൽ കൊന്നതായി ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സസ് ഒരു അറിയിപ്പ് നൽകി. കൂടാതെ ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സസിൽ നിന്നും മറ്റൊരു അറിയിപ്പ് കൂടെ വന്നിട്ടുണ്ട്. ഗാസയിൽ നിന്ന് ഈജിപ്തിനുള്ളിൽ സ്മഗ്ലിംഗ് നടത്തേണ്ട ഒരുപാട് തുരങ്കങ്ങൾ
ഗാസയിലുള്ളവർ ഇത്രയും ദിവസം ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അതിനെ ഞങ്ങൾ കണ്ടുപിടിച്ച് ഓരോന്നായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ഏകദേശം ഈജിപ്ത് ബോർഡറിൽ റാഫ ക്രോസിംഗും കഴിഞ്ഞ് 3 കിലോമീറ്റർ വരെയും അകത്തേക്ക് പോകുന്ന ഒരു തുരങ്കം ഞങ്ങൾ നശിപ്പിച്ചു. എന്നാൽ അത് എത്ര ദൂരം പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ കണക്കനുസരിച്ച് നോക്കിയാൽ ഒരു 3 കിലോമീറ്റർ നീളത്തിലെങ്കിലും ഈ ഒരു ടണൽ ഉണ്ടാകുമെന്ന് അവരുടെ വിശദീകരണം നൽകി. ഇതിനിടയിൽ ഹൂതികളും ഒരു കാര്യം ചെയ്തു. എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, ഞങ്ങളും ചെയ്യണ്ട എന്ന രീതിയിൽ അമേരിക്കയുടെ മറ്റൊരു MQ-9 റീപ്പർ ഡ്രോണിനെ ഇന്നലെ ഹൂതികളുടെ കൺട്രോൾഡ് ഏരിയാസിന് മുകളിലൂടെ പറക്കുമ്പോൾ വെടിവെച്ച് വീഴ്ത്തിയതായും അവർ പറഞ്ഞു. ഇപ്പോൾ ഹൂതികളുടെ ആക്രമണം വീണ്ടും ആ സ്ഥലത്ത് പുറത്തുവരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടയിൽ ഗ്രീസ് ഒരു വലിയ മുന്നറിയിപ്പ് നൽകി. ഇറാൻ മറ്റ് സ്ഥലങ്ങളിൽ ആക്രമണം നടത്തുന്നതിന് മുൻപ് ഗ്രീസിലുള്ള ഇസ്രായേലിയർക്ക് നേരെ ഒരു ആക്രമണം നടത്താൻ പോകുന്നുവെന്ന് ഒരു ചാര വിവരം ഞങ്ങളുടെ ചാര സംഘടനയ്ക്ക് ലഭിച്ചു. അതിനാൽ ഗ്രീസ് മുഴുവനും ഞങ്ങൾ സംരക്ഷണം അധികമാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇറാൻ കാരണം ഒരു പ്രശ്നം ഇവിടെ വരികയാണെങ്കിൽ ആ പ്രശ്നങ്ങളെ നേരിടാൻ ഞങ്ങളും തയ്യാറാണെന്ന് ഇറാന് എതിരായ ആ ഒരു സ്റ്റേറ്റ്മെന്റും അവർ നൽകി. ഒരു ഭാഗത്ത് ഹമാസിന്റെ പ്രശ്നം, അവരുടെ ടണൽസ് ഇസ്രായേൽ നശിപ്പിക്കുകയാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് ബോർഡറിൽ ഹെസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഹൂത്തികൾക്ക് നേരെ ഒരു ആക്രമണം അമേരിക്ക നടത്താൻ പോകുമ്പോൾ ആ അമേരിക്കയുടെ ഡ്രോണിനെ ഹൂത്തികൾ വെടിവെച്ച് വീഴ്ത്തുന്നു. അടുത്ത ഭാഗത്ത് ഹമാസിന്റെ കമാൻഡറുടെ മകനെ ഇസ്രായേൽ കൊല്ലുന്നു. ഇവയെല്ലാം ഓരോ പ്രശ്നങ്ങൾ ഒരു ചെയിൻ പോലെ ഇങ്ങനെ നീണ്ടുകൊണ്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ചെറിയ സ്പാർക്കിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഇതിൽ ആരാണോ ആദ്യം ആക്രമിക്കുന്നത് അതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ ഒരു യുദ്ധത്തിന്റെ വഴി തന്നെ മാറാൻ പോകുന്നത്. ഒരുപക്ഷെ ഇറാൻ ഇസ്രായേലിന്റെ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, പ്രധാനപ്പെട്ട ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് എന്തിനെങ്കിലും നശിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇസ്രായേലിന്റെ തിരിച്ചടി എന്നത് ഇറാൻ ചിന്തിച്ചു നോക്കാത്ത രീതിയിലായിരിക്കും. എന്നാൽ അതേസമയം ഇറാനും ഇത്തവണ ഞങ്ങൾ എടുക്കുന്ന പ്രതികാരം എന്നത് ചരിത്രത്തിൽ പതിയുന്ന ഒരു പ്രതികാര നടപടിയായിരിക്കുമെന്നും പറയുന്നു. അതിനാൽ ഇവർ എപ്പോഴാണ് ആക്രമിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ആക്രമിക്കാൻ പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോഴും സസ്പെൻസ് ആയിട്ടുള്ള ഇവയെല്ലാം ഇപ്പോഴും ഒരു സസ്പെൻസ് ആയിരിക്കുന്ന സമയത്ത് ഇവയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റും വരാൻ തുടങ്ങി. ഇവയെല്ലാം അടുത്തടുത്ത വീഡിയോസിലൂടെ കാണാം. ഞാൻ വീണ്ടും ഇവിടെ ഒരു കാര്യം കൺഫേം ചെയ്യുന്നു. ഇവിടെ ഇസ്രായേലിന് സപ്പോർട്ടായോ ഇറാന് സപ്പോർട്ടായോ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. അവിടെ നടക്കുന്ന കാര്യങ്ങൾ നടക്കുന്നത് പോലെ പറയുന്നുണ്ട്. എന്നാൽ ചിലർ ഇക്കാര്യങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതായും ഫേവർ ചെയ്ത് സംസാരിക്കുന്നതായും പണം വാങ്ങി സംസാരിക്കുന്നതായും പറയുന്നുണ്ട്. സത്യമായി തന്നെ പറയാം, അങ്ങനെ ഒരു കാര്യം ഇവിടെ ഇല്ല. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.